തന്നെ വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് ഉണ്ടായിരുന്നയാളാണ് അസം സ്വദേശിയായ അമിത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാളെ ഒരു ഫോൺ മോഷ്ടിച്ചതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഇതിന് പിന്നാലെ തർക്കങ്ങൾ ഉണ്ടാകുകയും ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിലുള്ള ഒരു വൈരാഗ്യമാകണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. നേരത്തെ ഒരു അമിത് എന്ന് പറയുന്ന ഒരു ബംഗാളി ഇവിടെ ഉണ്ടായിരുന്നു. അവന് എന്തോ കേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാണെന്നൊന്നും അറിയത്തില്ല. അവൻ ജയിലിലാണെന്ന് പറയുന്നു. ഒന്നും നമുക്കറിയില്ല. മുന്നേ അത് അസുഖമായിട്ട് മരിച്ചതാ. കുറെ വർഷമായ പട്ടിയായിരുന്നു. വേറൊന്നുണ്ട്, വേറൊരു പട്ടിയുണ്ട്. ഒരു ചേച്ചി ഇപ്പൊ സെക്യൂരിറ്റി ഉണ്ടല്ലോ, പ്രൈവറ്റ് സെക്യൂരിറ്റി. ഉണ്ട് ഉണ്ട് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞ പോലെ ഒരു ബംഗാളി നേരത്തെ ഉണ്ടായിരുന്നു. ഒരു 2 വർഷം പുള്ളിയുടെ വിശ്വസനായിരുന്നു. അപ്പം നല്ല ഇതായിട്ട് പുള്ളി ആ കേസിൽ അവപ്പെട്ടായിരുന്നു. പുള്ളിയുടെ ഞാൻ പൈസ കണ്ട് ഫോൺ വഴി തട്ടിയെടുത്തെന്നും പറഞ്ഞേ ഈ പുള്ളിയുടെ ബംഗാൾ സ്വദേശി ഇപ്പോൾ നിലവിലൂടെ ജോലി ചെയ്യുന്നുള്ളതാണോ? അല്ലല്ല, പുള്ളി 2 വർഷം മുമ്പ് ജോലി ഉണ്ടായിരുന്നു ഇവിടെ. ജോലി ഉണ്ടായിട്ട് പുള്ളി ഏതാണ്ട് കാണിച്ചിട്ട് പുള്ളി അവിടുന്ന് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടപ്പോൾ അവനിപ്പം പുള്ളിയുടെ ഏതാണ്ട് കാശ് തട്ടിപ്പിച്ച് എടുത്ത് ഫോൺ വഴി, ഓൺലൈൻ വഴി എങ്ങാണ്ട്. അപ്പൊ അവനെ അകത്താ, അവന്റെ സ്വദേശത്ത് പോകാനെ പിടിച്ചോണ്ട് വന്ന അവനകത്താ. അകത്തുനിന്ന് അവൻ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയം. ഇന്ന് രാവിലെ എല്ലാവരും എണ്ണിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കേട്ടൊരു ന്യൂസാണ്. വിജയകുമാറും മീര എന്ന് പറഞ്ഞ 2 ദമ്പതികളുണ്ടെങ്കിൽ അതിക്രൂരമായിട്ടുണ്ടെങ്കിൽ ആരോ കൊന്നിട്ടുള്ളൊരു വിവരമാണ് നമ്മൾ രാവിലെ ഉണ്ടെങ്കിൽ എണ്ണിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ട് എണ്ണിച്ചിരിക്കുന്നത്. സോ ഈ കേസിനെ പറ്റി ഭയങ്കരമായിട്ട് വിവരമൊന്നും ആദ്യമേ ഇല്ലായിരുന്നു. ആദ്യമേ ഇവർ ആത്മഹത്യ ചെയ്തതായിരിക്കും എന്നുള്ളൊരു വിചാരമായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ഇതിനകത്തുള്ള കൊലപാതകം എന്നുള്ളൊരു മനസ്സിലായിരിക്കുന്നത്. അതും ഭയങ്കരമായിട്ട് അതിക്രൂരമായിട്ടാണ് അവരെ രണ്ടുപേരെയും കൊന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും മുഖം അടിച്ച് ഭയങ്കരമായിട്ട് ചതച്ചിട്ടുണ്ട്. അതും സോ ആരോ ഇത് മനഃപൂർവ്വം ഉണ്ടെങ്കിൽ റിവഞ്ച് ചെയ്തതാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അയൽവാസികളുടെ അടുത്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ഇവരുടെ വീട്ടിൽ ഒരു ബംഗാളി ജോലിക്ക് ചെയ്തുകൊണ്ടിരുന്നു. സോ അയാളുണ്ടെങ്കിൽ 2-3 വർഷം മുമ്പാണ് ഇവരുടെ നിന്ന് കുറച്ച് പൈസ തട്ടിയെടുക്കാനൊക്കെ ശ്രമിക്കുക. അതിനെ തുടർന്നുണ്ടെങ്കിൽ കേസ് കൊടുത്ത് അങ്ങനെ അകത്താവുകയാണ് ചെയ്ത്. അതിനുശേഷം ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനത്തുള്ള സംഭവം എന്നൊക്കെ പറയുന്നത്. സോ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ആ ബംഗാളി മേലിലാണ് ഭയങ്കരമായിട്ടൊരു ഡൗട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്തുണ്ടെങ്കിൽ വേറൊരു രീതിയിലും പോകുന്നുണ്ട്. 2018 അവരുടെ മോനുണ്ടെങ്കിൽ മരണപ്പെട്ട നിലയിൽ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നത്. സോ ആ സമയത്തുണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കുന്നതല്ല. കാരണം എന്ന് പറഞ്ഞാൽ കാറിനകത്ത് ഒരുപാട് രക്തമുണ്ട്. കരുത്തിലൊക്കെ 2-3 വെട്ടം ഉണ്ടെങ്കിൽ വെട്ടിയ രീതിയിലുള്ള ഒരു വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പറഞ്ഞേക്കുന്നത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു വെട്ടം ഉണ്ടെങ്കിൽ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2-3 വെട്ടം കരുത്തി വെട്ടമുള്ളൊരു ചാൻസോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. സോ ഇത് ആരോ കൊന്നതിന് ശേഷം ഉണ്ടെങ്കിൽ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇട്ടതാണ്. സോ ഇത് പോലീസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അന്വേഷിക്കാതാണ് ഈ കാര്യം ചെയ്തതെന്നാണ് ഇവരുണ്ടെങ്കിൽ പറഞ്ഞിരുന്നത്. സോ അതുകൊണ്ട് തന്നെ തൻ്റെ മോൻ്റെ ഉണ്ടെങ്കിൽ മരണമെന്ന് പറയുന്ന ഒരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അതിനെ തുടർന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ചാൽ ശരിയാവത്തില്ല. ഇത് CBIക്ക് കൈമാറണമെന്നുള്ളൊരു കേസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഇടയ്ക്കാണ് ഇതേ കണക്ക് 1-2 മാസം മുമ്പാണ് CBI അന്വേഷണത്തിലൊരു ഉത്തരവ് വരുന്നത്. ആ 2-3 മാസം കഴിയുമ്പോഴാണ് ഇതേ കണക്കത്തുള്ളൊരു സംഭവം നടക്കുന്നത്. അവരുടെ വക്കീൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിൽ കൊലപാതകം തന്നെയാണ്. ഇത് മറ്റേ രീതിയിൽ അവരുടെ വീട്ടിൽ ജോലി ചെയ്ത് ആൾ കൊന്നതാവുക ഒരു വഴിയില്ല. ഈ കേസിൻ്റെ പിറകെ പോയപ്പോൾ അതിനെ തുടർന്നുള്ള ആൾക്കാർ കൊന്നതാണെന്നുള്ളതാണ് വക്കീൽ പറയുന്നത്. സോ എന്തായിരുന്നാലും ശരി, ഇതിനെപ്പറ്റിയുള്ള തെളിവുകൾ ഇതുവരെ വെളിയിൽ ഭയങ്കരമായിട്ടൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും അതിക്രൂരമായിട്ടാണ് അവരെ കൊന്നിരിക്കുന്നത്. അതും അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്ന പട്ടിയെ ഉണ്ടെങ്കിൽ മയക്കി കിടത്തിയതിന് ശേഷം വീട്ടിൽ കയറുകയും അതിന് ശേഷമാണ് അടിച്ചു കൊല്ലുകയും ചെയ്തിരിക്കുന്നത്.